കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കോൺഗ്രസ് കഴിഞ്ഞ തവണ നൽകിയ സീറ്റുകളിൽ 4 തിരിച്ചെടുക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. അതേസമയം ഒരു സീറ്റും വിട്ടുകൊടുക്കില്ല എന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട്. കോൺഗ്രസ് സീറ്റുകൾ പിടിച്ചെടുക്കുമെന്ന ആശങ്ക ചർച്ച ചെയ്യാൻ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗം ശനിയാഴ്ച കോട്ടയത്ത് ചേരും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കഴിഞ്ഞ തവണ നൽകിയ സീറ്റുകളിൽ കുട്ടനാട്, ഏറ്റുമാനൂർ, ഇടുക്കി, കോതമംഗലം സീറ്റുകളാണ് തിരിച്ചെടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത്. ചില സീറ്റുകളിൽ വെച്ചുമാറ്റ സാധ്യതകളും കോൺഗ്രസിന് താൽപര്യമുണ്ട്. കേരള കോൺഗ്രസിന്റെ ചില സീറ്റുകൾ ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസിലെ നേതാക്കളും പരസ്യ പ്രതികരണം നടത്തി. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിൽ മന്ത്രി വി എൻ വാസവനെ നേരിടാൻ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ച് ചില പ്രമുഖ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റുമാനൂർ സീറ്റ് വിട്ടു നൽകേണ്ടി വന്നാൽ പൂഞ്ഞാർ സീറ്റ് പകരം ജോസഫ് ഗ്രൂപ്പ് ആവശ്യപ്പെട്ടേക്കും. കോൺഗ്രസ് സീറ്റുകൾ പിടിച്ചെടുക്കുമെന്ന ആശങ്ക നിലനിൽക്കെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അടിയന്തര ഉന്നതാധികാര സമിതി യോഗം വിളിച്ചു ചേർത്തു. ശനിയാഴ്ച രാവിലെ 10-ന് കോട്ടയത്തെ സംസ്ഥാന പാർട്ടി കമ്മിറ്റി ഓഫീസിൽ ചെയർമാൻ PJ ജോസഫിന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുക. പാർട്ടിയുടെ 10 സീറ്റുകളും നിലനിർത്തുന്നത് യോഗം പ്രധാനമായും ചർച്ച ചെയ്യും. കഴിഞ്ഞ തവണ തൊടുപുഴ, കടുത്തുരുത്തി, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, ഇടുക്കി, തിരുവല്ല, കുട്ടനാട്, കോതമംഗലം, ഇരിങ്ങാലക്കുട, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലാണ് കേരള കോൺഗ്രസ് മത്സരിച്ചത്. ഇതിൽ തൊടുപുഴ, കടുത്തുരുത്തി എന്ന 2 മണ്ഡലങ്ങളിൽ പാർട്ടി വിജയിച്ചു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ UDF-ൽ എത്തിക്കാനുള്ള ശ്രമം പാളിയത് ജോസഫ് ഗ്രൂപ്പിന്റെ സാന്നിധ്യം ഭദ്രമാക്കുന്നുണ്ട്. UDF സീറ്റ് വിഭജനത്തിൽ കേരള കോൺഗ്രസുമായുള്ള സീറ്റ് ചർച്ചയാകും ഭിന്നത സൃഷ്ടിക്കുക. ഇത് പരിഹരിക്കുന്നതിന് UDF-ൽ വലിയ ശ്രമഫലവും വേണ്ടിവരും. ജനം, കോട്ടയം.